നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ സ്പെഷ്യൽ ന്യൂസ്. വാർഡ് മെമ്പർ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കാട്ടാക്കട പഞ്ചായത്തിലെ 1-ാം വാർഡായ പനയങ്കോട് വാർഡ് മെമ്പർ ഓഫീസ് കാട്ടാക്കട MLA IB സതീഷ് നിർവഹിച്ചു. കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റ് VJ സുനിത, വൈസ് പ്രസിഡന്റ് K സുധീഷ് കുമാർ, ക്ഷേമ ചെയർമാൻ അഡ്വക്കേറ്റ് DG സനിൽ ബോസ്, മെമ്പർമാരായ G കിരൺകുമാർ, കവിത, ജെറീന, സുജിത, അനഘ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി J ബിജു, CPI സെക്രട്ടറി വിജുകുമാർ, നിരവധി സംഘടനാ നേതാക്കൾ, പാർട്ടി അംഗങ്ങൾ, CDS, ADS അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങി നിരവധി പേരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. കാട്ടാക്കട പഞ്ചായത്തിലെ മറ്റു വാർഡുകൾക്ക് ഒരു മാതൃകയാണ് പനയങ്കോട് വാർഡ് എന്നാണ് MLA പറഞ്ഞത്. വാർഡിലെ ജനങ്ങൾക്ക് ജനസേവന പ്രവർത്തനങ്ങൾ വേഗത്തിലെത്തിക്കാൻ വേണ്ടിയാണ് ഓഫീസിന്റെ പ്രവർത്തനം തുടങ്ങിയതെന്ന് പനയങ്കോട് വാർഡ് മെമ്പർ G കിരൺകുമാർ പറഞ്ഞു. പ്രിയമുള്ളവരെ, കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡാണ് ഈ പനയങ്കോട് വാർഡ്. പനയങ്കോട് വാർഡിലെ മെമ്പറാണ് ശ്രീ കിരൺകുമാർ. കിരൺകുമാർ ഒരു മാതൃക തീർക്കുകയാണ്. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ 1-ാം നമ്പർ വാർഡിലെ അംഗം 1-ാമത്തെ മാതൃക. അതായത് ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് ഒരു ഓഫീസ് ഉണ്ടാവും. ഓഫീസ് ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കുകയാണ്. ഇവിടെ പനയങ്കോട് പ്രദേശത്തെ ജനങ്ങൾക്ക് മെമ്പറോട് ആവലാതികൾ അറിയിക്കാൻ, അഭിപ്രായങ്ങൾ അറിയിക്കാൻ, നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാൻ ഇവിടെ അവസരമുണ്ടാകുന്നു. നിശ്ചിതമായ സമയത്ത് വാർഡ് മെമ്പർ നിങ്ങളുടെ അരികിലുണ്ടാവും, ഈ ഓഫീസിലുണ്ടാവും. ഇത് നല്ലൊരു തുടക്കമാണ്, നല്ലൊരു മാതൃകയാണ്. മറ്റു മെമ്പർമാർക്കും സ്വീകരിക്കാവുന്ന, അനുകരിക്കാവുന്ന ഒരു മാതൃകയായി ഈ തുടക്കം മാറട്ടെ എന്ന് ആഗ്രഹിച്ച്, ആശംസിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ബഹുമാനപ്പെട്ട MLA, ജനപ്രതിനിധികൾ, പ്രിയമുള്ളവരെ, നമ്മുടെ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ 1-ാമത്തെ വാർഡ് പനയങ്കോടിലാണ് ആദ്യമായി ജനപ്രതിനിധി തന്നെ ഒരു ഓഫീസ് റൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവാം. ഇന്ന് അപേക്ഷകളൊന്നും അല്ല, എല്ലാം K-സ്മാർട്ട് വഴിയാണെങ്കിലും നിരവധിയായ സംശയങ്ങൾ ആൾക്കാർക്കുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഒരു നിശ്ചിത സമയത്തിൽ മെമ്പർ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് കൃത്യമായി എന്ത് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ കഴിയും. അതുപോലെ ഗ്രാമസഭകളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഫോം കൊടുക്കാനും അത് തിരിച്ച് കളക്ട് ചെയ്യാനും ഒക്കെ ഈ ഒരു ഓഫീസ് പ്രയോജനപ്പെടും. അപ്പോൾ ഈ പ്രദേശത്തെ എല്ലാ ആൾക്കാർക്കും ഈ ഒരു ഓഫീസ് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാകും എന്നാണ് എല്ലാവിധ ആശംസകളും ചെയ്യപ്പെടുന്നത്. ആദ്യം തന്നെ നമ്മുടെ നേതാക്കൾ പറഞ്ഞ അനുസരിച്ച് ഇവിടെ ഒരു ഓഫീസിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞ സമയത്ത് തന്നെ പ്രവർത്തനം. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മുടെ മാമൻ്റെ അടുത്താണ്. മാമനാണ് ഇവിടുത്തെ ഒരു റൂം അതിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ചോദിച്ച സമയത്ത് തന്നെ മാമന് റൂം തന്നു. അപ്പോൾ അതിന് പ്രത്യേകിച്ച് മാമൻ നന്ദി പറയുകയാണ് ആദ്യം തന്നെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഇന്നിപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന ഒരു അറിയിപ്പില്ല എന്നിട്ട് പോലും എത്തിച്ചേർന്ന MLAക്ക് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ ജനപ്രതിനിധികൾ, നമ്മുടെ വൈസ് പ്രസിഡന്റ്, പാർട്ടി നേതാക്കൾ, CDS, ADS അംഗങ്ങൾ, ജനപ്രതിനിധികൾ, നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർ, സുഹൃത്തുക്കൾ എല്ലാവർക്കും ഒറ്റ